പറഞ്ഞാൽ സംസാരിക്കണ്ട എന്ന് കണ്ണടച്ച് വിടുന്ന ഒരു കാര്യമാണ്, പക്ഷെ സഹിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. എന്ത് പറ്റി കുറെ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? അത് ആളുകൾ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഗെറ്റ് റെഡി വിത്ത് മീയും വാട്ട്സ് ഇൻ മൈ പ്രൊട്ടസ്റ്റ് ബാഗും ഇവനാ ഇങ്ങോട്ട് വേണം ഞാനാ. I'm going for the protest today and let's see what's in my bag. Pesa, koda, cap, sunscreen jacket for sure, sunglasses, tanni. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇനി ആരും സൂത്രം കാണിച്ചാ സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് പോലും ചിലപ്പോൾ ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? വെറുതെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോണത്. ചിരിച്ചുകായിട്ട് ഒരു വീഡിയോ എടുക്കണം അവിടെ പോയിട്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാണ്, ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, പ്രൊട്ടസ്റ്റിന് വേണ്ടി എത്തിയിട്ടുണ്ട്, എല്ലാരും അറിഞ്ഞല്ലോ. അത് വളരെ മോശമായി പോയി. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇതാണോ ഇൻഫ്ലുവൻസിങ്? ഇവരെയാണോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടോ കോണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാനോ അല്ല, ആത്മാർത്ഥമായിട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യും. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഇന്ത്യയിലെ ഒരുപാട് സ്റ്റുഡൻസും ജനങ്ങളും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിന് അതിന്റേതായ ഒരു മര്യാദ കൊടുക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. പറഞ്ഞോ, പറയേണ്ട നേരം പറഞ്ഞില്ലല്ലോ. എല്ലാം ഒരു വീഡിയോക്ക് വേണ്ടി ഒരു റീച്ചിന് വേണ്ടി മാത്രം ചെയ്യരുത്. അതിന് വേറെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കാതെയോ. 100% ഞാൻ യോജിക്കുന്നു.